റിക്ക് അരുൺ ആ ലോകയുടെ സംവിധായകനാണ്. അദ്ദേഹം ഈ കഥയും കൊണ്ട് പല ആൾക്കാരെയും സമീപിച്ചു. അവസാനമാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ആ പടം സിനിമയാക്കാന്ന് വെച്ചത്. ഇത് 5 കഥകളാണ് ഇതിലുള്ളത്. അതിലത്തെ ആദ്യ കഥയാണ് ലോക ചന്ദ്ര ഇറങ്ങി വെക്കുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കഥ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 5 ഈ ലോക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാണിച്ചു തന്നൊരു സിനിമയാണ് ലോക. ആ ലോകയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് കല്യാണിയാണ്. കല്യാണി ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. അതാണ് നമുക്ക് ആ കല്യാണിയുടെ ഫൈറ്റ്, ആ കല്യാണിയുടെ അഭിനയം, ഇതൊക്കെ കാണാനാണ് നമ്മളതിൻ്റെ പെർഫെക്ഷൻ സിനിമയുടെ ഇതൊക്കെ കാണാനാണ് നമ്മൾ ആ ലോക കാണാൻ ചെന്നത്. അതിൽ നമ്മുടെ ടോവിനോ ഒരു ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. ഒരു കളിയിലെ കോമാളി, ഒരു വിഡ്ഢിവേഷം കെട്ടിയിട്ട് അവസാനം വന്നിട്ട് എന്തൊക്കെയോ കാട്ടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ലോക രണ്ടാമത്തെ സീരീസിൽ വരുന്നത് ഇവിടെ ഇവനാണ് ഇതിൻ്റെ നായകൻ എന്ന് പറയുന്നത്. ആര്? ടോവിനോ നായകനായാൽ നമുക്ക് ലോക ഫസ്റ്റ് കണ്ട ആൾക്കാർക്ക് ദഹിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണിയുടെ പെർഫോമൻസ് കാണാനും കല്യാണിയുടെ ആക്ഷൻ കാണാനുമാണ് നമ്മളവിടെ ചെന്നത്. ഇനിയിപ്പോൾ ലോക 3 വരുന്നുണ്ട്. അതിൽ ദുൽഖർ സൽമാനാണ് നായകൻ. അപ്പോൾ പ്രൊഡ്യൂസർ തന്നെ അതിൽ നായകനാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സീരീസ് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഇനിയിപ്പോൾ ടൊവിനോ വരുന്ന ആ ഒരു പോർഷനിൽ വരുന്ന സിനിമ എത്ര കണ്ട് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്നത് നമ്മുടെ ലോക ചന്ദ്ര എന്ന് പറയുന്ന നമ്മുടെ കല്യാണിനെ, ആ കല്യാണിയുടെ പെർഫോമൻസ് നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് കല്യാണിനെ 2ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയില്ല, നായികയാക്കിയില്ല? അത് പ്രതീക്ഷിച്ചിട്ട് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ആ ആക്ഷനും ആ മുഖഭാവം ആ ഒരു ഡ്രസ്സിങ് പാറ്റേണൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് കേരള ജനതയെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ആകർഷിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മാറ്റമായിട്ടൊരു ടൊവിനോനെ നമ്മൾ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരൊറ്റ ഷോയിൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ആഫീസ് പൂട്ടും. അപ്പോൾ പിന്നെ 3ഉം 4ഉം 5ഉം മാങ്ങാത്തോലിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഡൊമിനിക്ക് വേണ്ട വിധം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ലോക 1 കണ്ട പ്രേക്ഷകരാണ് ലോക 2 കാണാൻ ചെല്ലണത്. അവരെ മനസ്സിലുള്ളതിനനുസരിച്ച് പടം ഉയർന്ന് ചിന്തിച്ചില്ലെങ്കിൽ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ പ്രേക്ഷകരെല്ലാവരും കൈയൊഴിയും. അങ്ങനെ ഒരു സ്ഥിതി കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം.